ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രയ്ക്ക് മാല കെട്ടി കൊടുക്കാത്തതിൻ്റെ പേരിൽ ഉള്ളിലെ അമർഷം മുഴുവൻ രേവതിയോട് പറഞ്ഞു തീർത്ത ചന്ദ്രയ്ക്ക് നല്ല വയറ് നിറച്ചാണ് രവിയേട്ടൻ കൊടുത്തത്. എന്തായാലും ചന്ദ്രയ്ക്ക് ആ വെറും കൈയോടുകൂടി അവിടെ നിന്ന് പോകേണ്ടി വന്നു. ആ ചന്ദ്ര തന്നെ എറിഞ്ഞു കളഞ്ഞ നാരങ്ങയൊക്കെ എടുത്ത് അതുകൊണ്ട് ചന്ദ്ര ഇങ്ങനെ പോകുമ്പോൾ മോളിതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല, മോള് വേഗം മാല കെട്ടിക്കൊടുത്ത് അയക്കാൻ നോക്ക്, വരുമാനമുള്ള ജോലി അതെങ്കിലും നടക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവുക. അപ്പം അച്ഛൻ അത് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതി ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. അതായത് ചന്ദ്ര പോയത്, ചന്ദ്രയോട് അങ്ങനെ ചെയ്യേണ്ടി വന്നതിനെ പറ്റിയുള്ള ആ ഒരു ഇതിൽ നമ്മുടെ രേവതി ഇങ്ങനെ ആലോചിക്കുന്നു. പക്ഷേ ചന്ദ്രയ്ക്ക് യാതൊരു മര്യാദയോ മനസാക്ഷിയോ ഇല്ലാതെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിലാണ് വിളിച്ച് കൂവിയച്ച് പോയത്. അങ്ങനെ ആ ഒരു കാര്യം ഇങ്ങനെ അവിടെ നടക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ രേവതി അവിടെ ഇരുന്ന് തൻ്റെ മാല കെട്ടി കോർത്ത് ഫുള്ളാക്കാനായിട്ടുള്ള പരിപാടികളൊക്കെ നോക്കുന്നു. പിന്നെ നമ്മുടെ ചന്ദ്ര നേരെ പോകുന്നത് ഭാമയുടെ അടുത്തേക്കാണ്. ഭാമയ്ക്കരികിലേക്ക് ചെന്ന് ഭാമയും കൂട്ടിക്കൊണ്ട് അമ്പലത്തിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നതിന് ശേഷം ചന്ദ്ര ഭാമയോട് പറഞ്ഞു ഇന്നതുപോലെ. അപ്പോൾ മാല കെട്ടിയ കാര്യം കൂട്ടുകാർ ചോദിച്ചപ്പോൾ മാല കെട്ടിയില്ല എന്ന് പറഞ്ഞു. മാല കെട്ടിയില്ലേ? അതെന്താ? അവൾ എനിക്ക് മാല കെട്ടി തന്നില്ല എന്ന് പറയാം. അതെന്താ അവൾ മാല കെട്ടി തരാതിരുന്നത്? നീ അവളെ കൊണ്ട് കെട്ടിച്ചുകൊണ്ട് വരാനല്ലേ ഇരുന്നത്, പിന്നെ എന്താ അവൾ അങ്ങനെ ചെയ്തതെന്നൊക്കെ ഭാമ ചോദിച്ചപ്പോഴേക്കും ഒരു 100 കുറ്റം രേവതിയുടെ പറഞ്ഞു കൊടുക്കുകയാണ്. അവളുടെ വീട്ടിലേക്കുള്ള മാല കോർക്കുകയാണ്, അതിനു ശേഷം ആ വീട്ടിലുണ്ടായ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഭാമ പറഞ്ഞു, ചന്ദ്രേ, ഇതിൽ തെറ്റ് നിൻ്റെ ഭാഗത്താണ്. ആ പെണ്ണിനോട് പറയേണ്ട രീതിക്ക് പറഞ്ഞിരുന്നെങ്കിൽ ആ പെണ്ണത് ചെയ്തു തന്നേനേലോ. ഏതും പോരാതെ അതിനെ വിവാഹം കഴിക്കാനിരുന്നവൻ അതിനെ ചതിച്ചിട്ട് പോയിപ്പോൾ അത് ആരോ ആ വിവാഹ മണ്ഡപത്തിൽ എങ്ങനെയായതാണെന്ന് നീ കണ്ടതല്ലേ. എന്നിട്ട് ആ പെങ്കൊച്ചിനോട് നീ യാതൊരു മര്യാദയും കാണിച്ചില്ലല്ലോ. അങ്ങനെ ഇറങ്ങിപ്പോയ നിന്റെ മകന് വേണ്ടി ആ പെങ്കൊച്ച് മാല കെട്ടി തരണമെന്ന് പറയുന്നത് ഒരിടത്തും ആര് കേട്ടാലും ന്യായമായ കാര്യമല്ല. അപ്പോൾ പിന്നെ അതിനോട് മര്യാദയ്ക്ക് മനസാക്ഷിയുള്ള രീതിയിൽ സംസാരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ മനസ്സ് വെച്ച് അത് ചെയ്തു തന്നേനെ. ഉറപ്പായി അത് നിനക്ക് മാല കെട്ടി തന്നേനെ. ഇതിപ്പോൾ അതിനെ കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല, നിന്റെ തെറ്റാണ്, നീ കാരണമാണ് നിനക്ക് മാല കെട്ടി തരാൻ ആ കൊച്ച് തയ്യാറാകാതിരുന്നത്. അതിനി നീ ആരെയും പഴിച്ചിട്ടൊന്നും കാര്യമില്ലെന്നൊക്കെ പറഞ്ഞു. അതെന്തെങ്കിലും ആവട്ടെ, എനിക്ക് അവളുടെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട, എനിക്ക് മാല കെട്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇത് മൊത്തം തറയിൽ വീണ മാലയല്ലേ, ഇത് കെട്ടി കൊടുത്തിട്ട് വല്ല കാര്യം ഉണ്ടാവുമോ? ഒരു കാര്യം ഉണ്ടാവില്ല, അതുകൊണ്ട് ഇത് കെട്ടേണ്ട ആവശ്യമില്ല എന്നും പറഞ്ഞു ഭാമ ഇങ്ങനെ പറഞ്ഞു. ഞാൻ ഈ മാല കെട്ടി കൊടുക്കാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യത്തിൽ ഒന്നും നടക്കാതെ വരുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ നീ വന്നു ആദ്യം പ്രാർത്ഥിക്കുക, അവൻ്റെ പേരിലൊരു വഴിപാടൊക്കെ കഴിപ്പിക്കാനൊക്കെ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഇവർ അമ്പലത്തിലേക്ക് പുറപ്പെടുന്നു. ഈ സമയത്ത് നമ്മുടെ സുധിയെ നാളുകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. അമ്മ നല്ലവനാക്കി വളർത്തിക്കൊണ്ട് വന്ന അമ്മ തലയിലെടുത്ത് വെച്ചിരുന്ന മകൻ ഇപ്പം ചീട്ടുകളിയും കള്ളുകൂടിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ തേരാപ്പാര തെണ്ടി തിരിഞ്ഞ് ഒരു പിച്ചക്കാരനെ പോലെ അലയുകയാണ്. അങ്ങനെ കൂട്ടുകൂടി എല്ലാവരുമായിട്ട് ഭയങ്കര ചീട്ടുകളിയാട്ടോ സുധി. അപ്പോൾ സുധി ഒന്നും അറിയില്ലാത്തൊരു വെറും മണ്ടൻ, വെറൊരു പൊട്ടൻ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഈ വന്നിരിക്കുന്നവർ സുധിയുടെ കൂടെ കളിച്ച് സുധിയുടെ കയ്യിലുള്ള കാശും കൊണ്ട് പോകുന്നവരുമാണ്. അപ്പോൾ സുധി ഇത് കളിക്കുന്നതെന്ന് പറഞ്ഞാൽ സുധിക്ക് ഒരു മാർഗത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ കൂടെ കളിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ സുധിയുടെ കൂടെ കളിച്ച് സുധിയെ തോൽപ്പിച്ച് സുധിയുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നത്. അപ്പോൾ സുധിയുടെ കയ്യിൽ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പോഴേക്കും നീ നുണ പറയുന്നോടാ അതാടാ ഇതാടാ എന്നൊക്കെ പറഞ്ഞ് കുത്തിപ്പിടിച്ച് പോക്കറ്റിൽ നിന്ന് കൈയിട്ട് വാരിക്കൊണ്ട് പോവുക. ഒരു ഗ്ലാസ് ചായക്കുള്ള പൈസ പോലും സുധിയുടെ കയ്യിൽ അവസാനം ഇല്ലാണ്ട് വരുന്നു. അങ്ങനെ എല്ലാവരും കൂടെ സുധിയുടെ കൂടെ ഇരുന്ന് കളിച്ച് സുധീനെ പറ്റിച്ച് പാലം കിടത്തി ഉള്ള കാശുമായിട്ട് എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ സുധി പെരുവഴി ആധാരമായി. സുധി അല്ലെങ്കിൽ തന്നെ പെരുവഴിയിലാണ്. എന്തായാലും സുധി അതിന് ശേഷം ഇങ്ങനെ ഒന്നും അല്ലാതെ ഇങ്ങനെ ആകെ വിഷമിച്ചിങ്ങനെ നടക്കുക. കാരണം ഇന്ന് ഭക്ഷണം കഴിക്കാനുള്ള പൈസയാണ് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഭക്ഷണം കഴിക്കും, എങ്ങനെ ഒരു നേരത്തെ വയറ് നിറയ്ക്കും എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുന്നു. ഈ സമയത്ത് വല്ല അമ്പലനടയിലും പോയിട്ടുണ്ടെങ്കിൽ അന്നദാനമൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കഴിച്ച് എങ്ങനെയെങ്കിലൊക്കെ മുന്നോട്ട് പോകാം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മുടെ സുധി അമ്പലത്തിലേക്ക് പോകുന്നു. അതും സുധി പോകുന്നത് ഈ ചന്ദ്ര പോകുന്ന അതേ അമ്പലത്തിലേക്കാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഒന്നുമല്ലാതെ ഈ പിച്ചക്കാരിരിക്കുന്നത് പോലൊക്കെ ഇങ്ങനെ ഇരിക്കുക. കാരണം വേറൊരു പണിക്ക് പോകാൻ സുധിക്ക് അറിയത്തില്ല, പിന്നെ എന്ത് ചെയ്യണമെന്നും സുധിക്ക് അറിയില്ല. ഇങ്ങനെ ഒരു ദുരന്തം സുധിയെ നേരിട്ടിട്ടില്ലല്ലോ. അതുകൊണ്ട് ഇനിയിപ്പോൾ അമ്മ മോനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെ വിളിച്ചുകൊണ്ട് പോയി വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ നമ്മുടെ സുധി അമ്പലനടയിൽ ഇങ്ങനെ ആരോരും ഇല്ലാതെ ഒരു എന്നാ പറയുന്നത് തെരുവിൽ അലയുന്ന ഒരാളായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്താണ് അമ്മയും അതുപോലെ ആൻറ്റിയും കൂടെ അമ്പലത്തിലേക്ക് ചെല്ലുന്നത്. എപ്പോൾ വേണമെങ്കിലും അമ്മയും മോനും തമ്മിൽ കണ്ടുമുട്ടാം, ആ രീതിയിലാണ്.
അമ്മ ഇപ്പുറത്തോടെ വരുമ്പോൾ മോൻ അപ്പുറത്തോടെ പോകുന്നു, അമ്മ അപ്പുറത്തോടെ പോകുമ്പോൾ മോൻ ഇപ്പുറത്തോടെ വരുന്നു, ആ രീതിയിൽ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അമ്പലനടയിൽ വന്നു, ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ ശ്രുതിക്ക് വേണ്ടിയിട്ടുള്ള വഴിപാടുകളും കാര്യങ്ങളൊക്കെ നടത്തി. അപ്പോൾ എവിടെയാണെങ്കിലും എൻ്റെ മോനൊരു ആപത്തും വരാതെ കാത്തോളണേ, എൻ്റെ മോനെ എൻ്റെ കൺമുന്നിൽ കാണിച്ചു തരണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയും ഭയങ്കര ആത്മാർത്ഥതയൊക്കെയാണ് ശ്രുതിയുടെ കാര്യത്തിൽ. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ആ ഒരു സമയത്ത് നമ്മുടെ തിരുമേനി കൊണ്ടുവന്ന് പ്രസാദം കൊടുക്കുമല്ലോ. അപ്പോൾ പ്രസാദം കൈ നീട്ടി വാങ്ങിച്ചു. ഭാമ അത് എടുത്തു, പക്ഷേ ചന്ദ്ര അത് എടുത്തില്ല. ആ സമയത്ത് ഭാമ ചോദിച്ചു, നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ, എന്താ കാര്യം, നീ എന്താ പ്രസാദം സ്വീകരിക്കാത്തത് എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, എൻ്റെ മകനെ കാണാതെ നെഞ്ചു നീറി വന്ന ഒരമ്മയാണ് ഞാൻ. എൻ്റെ മകനെ കിട്ടാതെ ഈ പ്രസാദം ഞാൻ എങ്ങനെയാണ് ഭാമ എടുക്കുന്നത്? എൻ്റെ മോനെ കാണാതെ ഈ എൻ്റെ ഉള്ളിലെ അമ്മ അടങ്ങില്ല, അല്ലെങ്കിൽ സങ്കടം തീരില്ല തുടങ്ങിയ രീതിയിലൊക്കെ ഇങ്ങനെ അമ്മ 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 എന്നും പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാമയ്ക്ക് പിന്നെ ഒന്നും പറയാനില്ല. ഭാമ പറഞ്ഞു, അവൻ്റെ കയ്യിലിരിപ്പോണ്ട് അമ്മ പോയതല്ലേ, അതിന് നീ ഇതുപോലെ കിടന്ന് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ, ഒന്നുമില്ലെങ്കിലും പെറ്റ വയറല്ലേ, അവൻ എന്ത് ചെയ്താലും അവൻ്റെ അമ്മയായി പോയില്ലേ ഞാനെന്നൊക്കെ പറഞ്ഞു. ഇതേ പെറ്റ വയറും ഇതേ അമ്മ തന്നെയാണ് നമ്മുടെ സച്ചിയുടെയൊക്കെ കാര്യത്തിൽ. പക്ഷെ അവിടെയൊന്നുമില്ല, ഇവിടെ മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് അമ്മ ഇങ്ങനെ സങ്കടപ്പെട്ട് ആ പ്രസാദം അവിടെ വെച്ച് ഭാമയുമായി സങ്കടപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടു പിറകിൽ ദേ മകൻ വന്ന് നിൽക്കുന്നു. പക്ഷെ അത് ഇവർ കാണുന്നില്ല. മകൻ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടെന്നുള്ളത് ഇവർ കണ്ടു കഴിഞ്ഞാൽ തീർന്നില്ലേ. അതുപോലെ അമ്മയാണ് ഫ്രണ്ടിൽ നിൽക്കുന്നതെന്ന് സച്ചിയും കാണുന്നില്ല. അങ്ങനെ നമ്മുടെ ചന്ദ്ര കുറേ സങ്കടമൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ പറയാം ദേവിയുടെ നടയിൽ വെച്ച്. അങ്ങനെ പ്രാർത്ഥനകളും കാര്യങ്ങളും വഴിപാടുകളും ഒക്കെ കഴിഞ്ഞ് ഇവർ പോകാനായിട്ട് ഇറങ്ങുന്നു. ഈ സമയത്ത് വയറ് നിറയ്ക്കാൻ വേണ്ടി കിടന്ന് നെട്ടോട്ടത്തിലാണ് നമ്മുടെ ശ്രുതി. കാരണം എന്താ, ശ്രുതിക്ക് വിശന്നിട്ടൊരു രക്ഷയില്ല. സ്വന്തം അമ്മ ഫ്രണ്ടിൽ നിന്നിട്ടും കാണാൻ കഴിയാതെ ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി ഓടുന്നു. ഇതേ സമയത്ത് നമ്മുടെ രേവതി വീട്ടിൽ മാലയൊക്കെ കെട്ടി എല്ലാം കൊടുത്തയച്ച് വളരെ ശാന്തമായിട്ട് അങ്ങനെ ഇരിക്കുന്നു, ജോലിയെല്ലാം തീർത്ത്. അപ്പോഴും രേവതിയുടെ ഉള്ളു കിടന്ന് പിടച്ചുകൊണ്ടിരിക്കുക. ഈ പൂതന ഇപ്പം തന്നെ ഇങ്ങോട്ടേക്ക് അമ്പലത്തിൽ നിന്ന് വരും. വന്നു കഴിയുമ്പോൾ പാവം രേവതിക്ക് പണിയാണ് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് അങ്ങനെ രേവതി ആണെങ്കിൽ ആ പണിയെല്ലാം ചെയ്ത് അവർക്കെല്ലാം കൊടുത്തു വിട്ടതിന് ശേഷം വീട്ടിൽ ബാക്കിയുള്ള ജോലികൾ ഒരു തുള്ളി ജോലി പോലും ഇല്ലാതെ എല്ലാം തീർക്കുന്നു. അപ്പോഴും രേവതിക്ക് ആകെ പേടിയാണ്, അമ്മ വരുമ്പോൾ തന്നോട് ഏത് രീതിയിൽ പെരുമാറും, അമ്മയ്ക്ക് തന്നോട് ദേഷ്യമായിരിക്കുമോ എന്നുള്ളത്. എന്നിട്ട് അത് ചെന്ന് രവിയേട്ടനോട് ചോദിക്കുകയും ചെയ്തു, അച്ഛാ അമ്മ വരുമ്പോൾ അമ്മയ്ക്ക് എന്നോട് ദേഷ്യമായിരിക്കുമോ, അമ്മ എന്നോട് ദേഷ്യപ്പെടുമെന്ന്. അപ്പം മോൾ അവളെക്കുറിച്ച് ഓർത്തൊന്നും ടെൻഷൻ ആവേണ്ട യാതൊരു കാര്യവുമില്ല. അവളാണെന്നുണ്ടെങ്കിൽ എന്താണ് കാണിക്കുന്നത് പറയുന്നത് എന്നൊന്നും അവൾക്ക് തന്നെ അറിയില്ല. പിന്നെ മോൾ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ച് പോയാൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ടെന്നൊക്കെ പറഞ്ഞങ്ങനെ സമാധാനിപ്പിക്കുകയാണ്. ഇതേ സമയത്താണെന്നുണ്ടെങ്കിൽ ചന്ദ്രയൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്നുള്ള, അതായത് അമ്പലത്തിൽ നിന്ന് അന്നദാനം കഴിക്കാമെന്നുള്ളൊരിതിൽ ഇങ്ങനെ ഭാമ നിർബന്ധിക്കുക. അപ്പോൾ പറഞ്ഞു, എനിക്ക് ഇവിടെ അന്നമൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാൻ വീട്ടിൽ പോയി തന്നെ കഴിച്ചോളാമെന്ന്. ഓ, മരുമകളെ കാണത്തില്ലെങ്കിലും മരുമകളുടെ കൈപ്പുണ്യമൊക്കെ നിനക്ക് ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഭാമ കളിയാക്കി. നിനക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വീട്ടിലേക്ക് പോകണം, എനിക്ക് ഇങ്ങനെ നിൽക്കാനുള്ള ഒരു മാനസികാവസ്ഥയൊന്നും ഇല്ല ഭാമേ, ഭാമയെ നമുക്ക് പോകാം ഭാമയെന്ന് പറഞ്ഞുകൊണ്ട് ഭാമയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവുക. ആ പോക്ക് പോയായിരുന്നെങ്കിൽ അവിടെ ഇരുന്ന് അന്നദാനം കഴിക്കുന്ന മകനെയെങ്കിലും കാണാമായിരുന്നു. പക്ഷെ അതിനുള്ള സമയമായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് പോകാനുള്ള മനസ്സും തോന്നിയില്ല. ഇവർ അമ്പലത്തിൽ നിന്നും എല്ലാം കഴിഞ്ഞ് പടി ഇറങ്ങുന്ന സമയത്ത് അലഞ്ഞു തിരിഞ്ഞ് അമ്പലത്തിലെത്തി വയറ് നിറയ്ക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്ന നമ്മുടെ ശ്രുതിക്ക് അവിടുന്ന് അന്നദാനം കിട്ടി. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ 10 വർഷമായി ഫുഡ് കണ്ടിട്ടെന്നുള്ളവരെ പോലെയാണ് ഈ കിട്ടിയതേ ഇതെല്ലാം കൂടെ വലിച്ചു വാരി കഴിക്കുന്നത്. അപ്പോൾ ശ്രുതിയുടെ ഈ കാട്ടായൊക്കെ കണ്ട് അപ്പുറം ഇപ്പുറം ഇരിക്കുന്നവരൊക്കെ നോക്കുന്നുണ്ട്, ഈ വിളമ്പുന്നവരൊക്കെ നോക്കുന്നുണ്ട്. അതുപോലത്തെ കാട്ടായങ്ങളാണ് അവിടെ ഇരുന്ന് നമ്മുടെ ശ്രുതി കാണിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ശ്രുതിക്ക് ഈ ജീവിതത്തിൽ വെച്ച് പറ്റിയതിന് ഇതിനേക്കാളും വലിയൊരു പറ്റാനില്ല. അപ്പോൾ ശ്രുതിക്ക് എന്താ സംഭവിച്ചതെന്നൊന്നും മറ്റുള്ളവർക്ക് അറിയില്ലല്ലോ. എല്ലാവരും ഇങ്ങനെ ശ്രുതിയെ തന്നെ ഒരു ഭീകര ജീവിയെ പോലെ നോക്കുക. ശ്രുതി എന്തായാലും വയറ് നിറച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഒന്ന് ചുരുണ്ട് കൂടിയാൽ മതി. അതും അമ്പലനടയിലാണെങ്കിൽ അത്രയും സേഫ്റ്റി കൂടുതലാണ്. അങ്ങനെ എവിടെ തൊട്ടാലും പൊന്നാക്കുന്ന മകനാണെന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര പൊക്കി വളർത്തിക്കൊണ്ടു വന്ന മകൻ ഇപ്പോൾ എവിടെ തൊട്ടാലും മുഴുവൻ നാശമായി മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ രസകരമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഉള്ളത് നമ്മുടെ സച്ചി രേവതിയുടെ ഫുഡിനെ ഇഷ്ടപ്പെട്ടതുപോലെ തന്നെ സച്ചി രേവതിയെയും ഇഷ്ടപ്പെടുന്ന ആ ഒരു സമയത്തിന് വേണ്ടി നമ്മുടെ രേവതിയോട് കാത്തിരിക്കാൻ പറയുന്ന നമ്മുടെ അച്ഛനും, അതുപോലെ തന്നെ സച്ചിയുടെ നല്ലൊരു വർത്തമാനത്തിന് അല്ലെങ്കിൽ നല്ലൊരു നോട്ടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നമ്മുടെ രേവതി. അങ്ങനെയൊക്കെയുള്ള ഒരു 100 കൂട്ടം വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ കഥ, സൂപ്പർ ഹിറ്റ് കഥ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു.
സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വീണ്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്കും ഷെയറും ഒക്കെ തന്ന് സഹായിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. സീ അഗൈൻ. ടേക്ക് കെയർ. ബൈ ബൈ.